വാഴാനി ഡാമിലെ വെള്ളത്തെ ആശ്രയിക്കുന്നത് ഒരു നഗരസഭയിലെയും 10 പഞ്ചായത്തുകളിലെയും ജനങ്ങളാണ്. ആവശ്യത്തിന് വെള്ളമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഡാമിന്റെ താഴ്വാരത്തുള്ള പ്രദേശങ്ങളിൽ കർഷകർ നെൽകൃഷി ഇറക്കിയത്. എന്നാൽ വേണ്ടത്ര മഴ ലഭിക്കാത്തതിനാൽ ഡാം ചരിത്രത്തിലില്ലാത്ത വിധം വരൾച്ചാ ഭീഷണിയിലാണ്. 16 ഘനയടി പരമാവധി സംഭരണശേഷിയുള്ള അണക്കെട്ടിൽ ശേഷിക്കുന്നത് 4 ഘനയടി വെള്ളം മാത്രം. സാധാരണയായി ഈ കാലയളവിൽ ഷട്ടർ തുറന്ന് നീരൊഴുക്കാറുണ്ട്. എന്നാൽ ഇക്കുറി അതിന് കഴിയാത്ത വിധത്തിലേക്ക് ജലനിരപ്പ് താഴ്ന്നു. നമുക്കിപ്പോൾ ഡാമിലുള്ളത് ഇപ്പോൾ നമ്മുടെ സ്റ്റോറേജിൻ്റെ ഏകദേശം ഒരു 25%, അതിൽ കുറവെന്ന് വേണം പറയാം. അത്രയാണ് വെള്ളമുള്ളത്. നമുക്കിപ്പോൾ തന്നെ കൃഷിക്ക് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് കൃഷിക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി നമുക്ക് മുകളിൽ നിന്നൊക്കെ കൃഷിക്കാരുടെ ബേസിൽ ഭയങ്കര ഇതുണ്ട്. പക്ഷെ അതുപോലെ തന്നെ കുടിവെള്ളം നമുക്ക് വിടേണ്ടതാണ്. കുടിവെള്ളം വിടാൻ വേണ്ടിയുള്ള വെള്ളവും നമുക്ക് തീരെ ഇല്ല. വാഴാനിയിൽ നിന്നും കനാൽ വഴിയും കേച്ചേരി പുഴയിലൂടെയുമാണ് പാടശേഖരങ്ങളിലേക്ക് കൃഷിക്കായി വെള്ളം എത്തുന്നത്. കുടിവെള്ള വിതരണത്തിനും ഡാമാണ് ആശ്രയം. എന്നാൽ നിലവിലെ അവസ്ഥ കൃഷിയെയും കുടിവെള്ള വിതരണത്തെയും തകിടം മറിക്കുമെന്ന ഉറപ്പാണ്. കൃഷി ഏകദേശം ഒരു മട്ടായിട്ടാണ് നിൽക്കുന്നത്. ഇനി കുടിവെള്ളത്തിന്റെ കാര്യം വലിയ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് പോകുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് ഇതിവിടെ മാത്രമല്ല, ശേഷം വരുന്ന പഞ്ചായത്തുകളൊക്കെ തന്നെ. തുലാമഴ കനിഞ്ഞില്ലെങ്കിൽ കടുത്ത ജലക്ഷാമത്തിനാകും ജില്ല സാക്ഷ്യം വഹിക്കുകയെന്നതിന്റെ സൂചനയാണ് വാഴാനി ഡാം നൽകുന്നത്. ക്യാമറമാൻ ഷഹീർ ഗുരുവായൂരിനൊപ്പം സുർജിത്ത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ, തൃശൂർ.